എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻഷുറൻസിലെ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റീലോഡ് അല്ലെങ്കിൽ റീചാർജ് അല്ലെങ്കിൽ റീഫിൽ ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റിനെ കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് ബിനോയ്. ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ആദ്യമായി ഈ റിസ്റ്റോർ ബെനിഫിറ്റ് കൊണ്ടുവന്നത് അപ്പോളോ മ്യൂണിക് എന്ന കമ്പനിയാണ്. അവർ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സം അഷ്വേർഡ്, നമുക്കൊരു സം അഷ്വേർഡ് ഉണ്ടാവുമല്ലോ, 10 ലക്ഷം സം അഷ്വേർഡ് ഉണ്ടാകുന്ന എക്സാമ്പിൾ വിചാരിക്കാം. ഈ 10 ലക്ഷം മുഴുവൻ ഒരു കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സം അഷ്വേർഡും കൂടി ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് റെസ്റ്റോറേഷൻ ആയിട്ട് അപ്പോളോ മ്യൂണിക് കൊണ്ടുവന്നത്. അങ്ങനെ തന്നെ, അതായത് ഒരു സം അഷ്വേർഡ് മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരു സം അഷ്വേർഡ് ആഡ് ചെയ്യുന്ന ഫീച്ചർ ആണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ആ ഫീച്ചർ പല കമ്പനികളും കൊടുക്കുന്നുണ്ട്. ഇതിലൊരു മോഡിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് റീചാർജ് അല്ലെങ്കിൽ റീഫിൽ എന്ന് പറഞ്ഞിട്ട്. അത് വേറെ കമ്പനികൾക്ക് അവൈലബിൾ ആണ്. പല കമ്പനികൾ വേറെ സം അതർ കമ്പനീസ് ഹാവ് ദാറ്റ് റീചാർജ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 10 ലക്ഷം സം അഷ്വേർഡ് ഉണ്ട് എന്ന് കരുതുക, എക്സാമ്പിൾ. അതിൽ ആദ്യം ഒരു ക്ലെയിം വന്നു, 1 ലക്ഷം രൂപ. അപ്പോൾ തന്നെ മറ്റേ എന്താ പറയുക, 10 ലക്ഷം എക്സ്ട്രാ ഉള്ള റീചാർജ് ചെയ്യപ്പെടും. അതായത് പിന്നെ നമ്മുടെ കയ്യിൽ ആ കൊല്ലം 19 ലക്ഷം സം അഷ്വേർഡ് ഉണ്ടാവും. അതായത് 10 ലക്ഷം തീരാൻ നിൽക്കുന്നില്ല, അതിനു മുമ്പ് തന്നെ ഫസ്റ്റ് ക്ലെയിം വരുമ്പോൾ തന്നെ റെസ്റ്റോറേഷൻ, അതായത് ഒരു സം അഷ്വേർഡ് കൂടി ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്ന ഫീച്ചർ ആണ് റീചാർജ് അല്ലെങ്കിൽ റീഫിൽ എന്ന് പറഞ്ഞിട്ട് പല കമ്പനികളും കൊടുക്കുന്നത്. അത് ആദ്യം പറഞ്ഞ റെസ്റ്റോറേഷനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവാണ്. കാരണം ഒരു സം അഷ്വേർഡ് കഴിഞ്ഞ് അതിൻ്റെ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. ഓട്ടോമാറ്റിക് തന്നെ നമ്മുടെ കയ്യിൽ ഒരു റീചാർജ് ആയിട്ട് വരും. അപ്പോൾ ആദ്യത്തിനേക്കാളും കുറച്ചും കൂടി ബെനിഫിറ്റ് ഉള്ളതാണ് റീചാർജ്. ഇനി അതുമേ തന്നെ മോഡിഫിക്കേഷനായിട്ടാണ് മാക്സ് ബൂബ കമ്പനിയുടെ അൺലിമിറ്റഡ് റീഇൻസ്റ്റേഷൻ വരുന്നത്. അതായത് എത്ര തവണ വേണമെങ്കിലും റീഇൻസ്റ്റേഷൻ വരും. അതായത് പല കമ്പനികളും ഒരു സം അഷ്വേർഡ് മാത്രമേ റീഇൻസ്റ്റേറ്റ് ചെയ്യുള്ളൂ. ഇവിടെ മൾട്ടിപ്പിൾ ടൈം എത്ര തവണ വേണമെങ്കിലും റീഇൻസ്റ്റേഷൻ വരും. അതാണ് ആ കമ്പനിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ വരുന്നത്. പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫസ്റ്റ്, അതായത് 10 ലക്ഷം രൂപയുടെ പോളിസി ആണെങ്കിൽ ആദ്യത്തെ ക്ലെയിമിൽ തന്നെ വലിയ എമൗണ്ട് 15 ലക്ഷം ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് വർക്കാവില്ല. രണ്ടാമത്തെ ക്ലെയിം തൊട്ടാണ് വർക്കാവുക. ആ ഒരു കാര്യം മനസ്സിൽ വെക്കണം. ഇനി റീഇൻസ്റ്റേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഒന്നെന്ന് വെച്ചാൽ, ഈ ഫുള്ള് സം അഷ്വേർഡ് എക്സോസ്റ്റ് ആയിട്ട് മാത്രമേ അടുത്തത് ഓപ്പൺ ആവുള്ളൂ എന്നുള്ളത് നമ്മൾ പോളിസി എടുക്കുമ്പോൾ തന്നെ എൻക്വയറി ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സെയിം പേഴ്സൺ സെയിം ഡിസീസ് കവർ ചെയ്യുമോ എന്നുള്ളത് ഈ റീഇൻസ്റ്റേഷന്. ചില കമ്പനികൾ സെയിം പേഴ്സൺ ഏറ്റവും കൂടുതൽ സാധ്യത അതാണല്ലോ, ഒരാൾക്കൊരു അസുഖം വന്നാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ സെയിം പേഴ്സൺ സെയിം ഡിസീസ് കവർ ചെയ്യുമോ എന്ന് നമ്മൾ എൻക്വയറി ചെയ്യണം ഈ റീഇൻസ്റ്റേഷന്. ഇനി റെസ്റ്റോറേഷൻ്റെ വർക്ക് ഒന്നും കൂടി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്നുകൂടി പറയാം. 10 ലക്ഷം സം അഷ്വേർഡ് എന്ന് വിചാരിക്കുക. 10 ലക്ഷം ആണ് റീഇൻസ്റ്റേറ്റ്മെൻറ്റ് എന്നെങ്കിൽ 10 ലക്ഷം സം അഷ്വേർഡിൻ്റെ കൂടെ ഒരു 10 ലക്ഷം കൂടി ആഡ് ഓൺ ആയിട്ട് വരും. അതിൽ 2 ഓപ്ഷനാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതായത് ഒന്നുകിൽ 10 ലക്ഷം കഴിഞ്ഞതിന് ശേഷവും ഫസ്റ്റ് ക്ലെയിം വരുമ്പോഴും റീഇൻസ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ സെലക്ട് ചെയ്യണം, അതിനുള്ള 21 പാരാമീറ്റേഴ്സ് എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ ഐ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് വീഡിയോകളുടെ ലിങ്കുകളും മറ്റ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. റെസ്റ്റോർ, റീഇൻസ്റ്റേറ്റ്മെൻറ്റ്, റീഫിൽ, റീചാർജ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ബെനിഫിറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ എന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതുതന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.